ഇപ്പോൾ നമുക്കൊരു ആഘോഷമായി മാറിയിരിക്കുകയാണ്. ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എന്നാണോ നമ്മളെ ലാലേട്ടൻ തിരിച്ചു വരുന്നത് എന്നുള്ളൊരു തിരിച്ചു വരുമെന്ന് ഉദ്ദേശിക്കുന്നത് പുള്ളിയുടെ ഒരു മാസ് ക്ലാസ് എല്ലാം കൂടി ചേർന്നൊരു പടം ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നപ്പോഴാണ് ഇപ്പോൾ ലൂസിഫർ 2 എമ്പുരാൻ നാടെമ്പാടും ലോകമെമ്പാടും ഇപ്പോൾ എത്രത്തോളം അതിൻ്റെ ഹൈപ്പ് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ എത്രത്തോളം അത് വാനോളം ഉയർന്നിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതേ വേവ് തന്നെയാണ് ഞങ്ങൾ UAE-ലും. ഇപ്പോൾ തന്നെ അറിയാം, ദേര സിറ്റി സെൻറ്റർ എന്ന് പറയുന്ന ആ ഒരു സിറ്റി സെൻറ്ററിൽ ഒരു ദിവസം 62-നും മേളിൽ ഷോ ഒരു ദിവസം ലാലേട്ടൻ്റെ കളിക്കുകയാണ്. അപ്പോൾ 24 മണിക്കൂറോളം. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മളെ ഫാൻസുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിമാനത്തിൻ്റെ, ലാലേട്ടൻ പറയുന്ന പോലെ ഫാൻസിലെ അനിയന്മാർ, ഞങ്ങൾ അത്രയും ആവേശത്തിലാണ്. ഇവിടെയും അതേ ഒരു ഓളത്തിലാണ് ഞങ്ങളും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നാട്ടിൽ ചെയ്യുന്നതിനെക്കാട്ടി ഡബിൾ ഞങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രപ്പാടിലാണ്. ഇപ്പോഴും നമ്മൾ പകുതി പേരും ജോലി കഴിഞ്ഞ് നേരെ തിയേറ്ററിലോട്ടാണ് വന്നിരിക്കുന്നത്, റൂമിൽ പോലും പോയിട്ടില്ല. അത്രത്തോളം ആവേശത്തിലാണ്. ഇപ്പോൾ 26 നാളെ ഒരു ദിവസം എങ്ങനെ തീർക്കാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ, ഞങ്ങളെ ഏട്ടൻ്റെ ആ ഒരു പ്രകടനം നമുക്കതിൽ കാണാൻ വേണ്ടിയിട്ട് പൃഥ്വിരാജ് എങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത് എല്ലാവരുടെയും. ഇപ്പോൾ ആ വില്ലൻ്റെ പോലും ആരാണ് അവിടെ തിരിഞ്ഞു നിൽക്കുന്ന ആ ഒരു വില്ലൻ്റെ ഫേസ് കാണാൻ പോലും അത്രയും ആവേശത്തോടു കൂടിയാണ് ഞങ്ങളിവിടെ എന്താ പറയുക കാത്തിരിക്കുന്നത്. 27-ാം തീയതി 4:30-ക്കുള്ള ആ ഒരു ഫസ്റ്റ് ഷോ ഞങ്ങൾ നാട്ടിൽ കാണുന്നത് പോലെ തന്നെ ദുബായിലും ഞങ്ങൾ ഇവിടെയും ആഘോഷമായി കണ്ട് അതിൻ്റെ ഫസ്റ്റ് റിവ്യൂ ഇതേപോലെ നമ്മൾ പറയുന്നതായിരിക്കും. പിന്നെ അതേപോലെ ഒറ്റ ഒരു കാര്യം കൂടി പറയാനുള്ളൂ, ആരും പുള്ളിക്കാരുടെ എൻട്രിയോ അല്ലെങ്കിൽ മാസ് ഡയലോഗുകളോ ഒരു ചെറിയ മൊബൈൽ ഫോണിൽ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ആദ്യത്തെ ദിവസം തന്നെ അതിൻ്റെ ആ ഒരു സ്റ്റാറ്റസ് ആക്കി ഇട്ടിട്ട് അതിൻ്റെ ഒരു സർപ്രൈസോ കാര്യങ്ങളോ ഒന്നും നശിപ്പിക്കരുതെന്നുള്ളൊരു ഞങ്ങളൊരു അഭ്യർത്ഥന മാത്രമാണ്. കാരണം ഇത്രയും വലിയൊരു സ്കെയിലിലെടുത്ത പടം വെറും ഒരു മൊബൈൽ ഫോണിലെടുത്ത് നശിപ്പിക്കരുതേ എന്ന് ഞങ്ങൾ പറയുകയാണ്. അപ്പോൾ അത്രത്തോളം ആവേശത്തിലാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. എല്ലാ വിജയവും എല്ലാ നാട്ടിലും ഒരുപോലെ ഒരേ ആഘോഷത്തിൽ അതിൻ്റെ ഒരു പോസിറ്റീവ് റിവ്യൂവിന് വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. എല്ലാം നല്ലപോലെ തന്നെ നടക്കട്ടെ. ലാലേട്ടൻ കീ ജയ്. ഒരുപാട് പ്രത്യേകതകൾ, ഒരുപാട് സീക്രട്ട് അവിടെ ഇവിടെയൊക്കെ ഒളിച്ചു വെച്ചിട്ടുണ്ട്. ലെറ്റേഴ്സിലെ ആ ചുവന്ന അക്ഷരമായാലും ഡ്രാഗണായാലും ഒപ്പം പ്രൊമോഷൻ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവരുടെ അതുപോലുള്ള സംഭവങ്ങൾ എന്തെങ്കിലും ഇത്രയും കാലമായിട്ട് 47 വർഷമായിട്ട് ലാലേട്ടനെ അടുത്തറിയുന്ന ഫാൻസിന് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ടോ? എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അത് പല ഇൻ്റർവ്യൂവിലും പല ആൾക്കാർ, ഇപ്പോൾ നന്ദു ചേട്ടൻ തന്നെ ലാസ്റ്റിൽ പറഞ്ഞു, നാട്ടിലുള്ളത് ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു പരിപാടിയും പിന്നെ കാണിക്കുന്ന ഓരോരോ കൺട്രീസിൽ നടക്കുന്ന അണ്ടർ വേൾഡ് എന്നാണ് പുള്ളി ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് അതിൽ കാണിക്കുന്ന ലോഗോയും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ രാജേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അവർ പുറത്ത് പറയുന്നില്ല ആ ഒരു റിവ്യൂ, മീൻസ് ഇലുമിനാറ്റി എന്നൊരു വാക്ക് എന്താണ് അതിൽ ഒളിച്ചിരിക്കുന്നത്, അത് എങ്ങനെയാണ് ഇൻഡയറക്റ്റ് ആയിട്ടാണോ പറയുന്നത് ഡയറക്റ്റ് ആയിട്ടാണോ പറയുന്നത്, അത് ലൂസിഫർ എന്ന ചിത്രം ഇറങ്ങിയിടം തൊട്ട് എല്ലാവരും തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അത് മുരളിച്ചേട്ടൻ്റെ എഴുത്തിൽ പോലും നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞു വരുന്നൊരു സാധനമായിരുന്നു ഇലുമിനാറ്റി എന്ന് പറയുന്ന ഒരു വർത്തമാനമായി മാറുകയും അതൊരു എന്താ പറയുന്നത്, അത് പലതായി എല്ലാവരും മനസ്സിൽ നിൽക്കുന്നൊരു സംഭവമാണ്. എന്താണ് അങ്ങനൊരു ശക്തി ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടോ, ചിലപ്പോൾ അത് എമ്പുരാനിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ തരാം. അതിൻ്റെയും ഒരു സസ്പെൻസിൽ ഞങ്ങൾ നിൽക്കുകയാണ്, എന്താണ് ആ സംഭവം എന്നറിയാൻ. എന്തായാലും 27-ാം തീയതി ആവാൻ വേണ്ടി ലോകമെമ്പാടുള്ള മലയാളികൾ വെയിറ്റ് ചെയ്യാണ്. കൂടെ നമ്മൾ ലാൽ കെയർസ് UAE. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി നമ്മൾ ആ ലൂസിഫർ എന്ന പടം കണ്ടിറങ്ങുമ്പോൾ തന്നെ ലാസ്റ്റ് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ഞങ്ങൾ എബ്രഹാം ഖുറേഷി ആരാന്നുള്ളത് ആ ഒരു മാസ് വെറും ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 10 നിമിഷത്തിൽ നമ്മൾ കണ്ടതാണ്. അതായിരിക്കും എമ്പുരാനിൽ ഉടനീളം നമ്മൾ കാണാൻ പോകുന്നത്. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ചിരിക്കും അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ സ്റ്റീഫൻ നെടുമ്പള്ളി ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന നിമിഷത്തിലായിരിക്കും ചിലപ്പോൾ അദ്ദേഹം വരുന്നതും അങ്ങനെ ഒരു ഫൈറ്റ് നമുക്ക് കാണാൻ പറ്റുന്നതും. ലാലേട്ടൻ്റെ എല്ലാ ചിത്രത്തിലും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ആ മുണ്ടുമടക്കിയുള്ള ആ ഒരു ഫൈറ്റ് നമുക്കിതിലും കാണാൻ പറ്റും എന്ന് നമ്മൾ ആഗ്രഹിച്ചിരിക്കുകയാണ്. ഈ വേഷപ്പകർച്ചയുടെ തമ്പുരാൻ എന്നൊരു പേര് നമ്മുടെ ലാലേട്ടന് ഓൾറെഡി ഉണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഈ വെള്ള ഡ്രസ്സിൽ നിന്ന് കറുപ്പ് ഡ്രസ്സിലേക്ക് മാറുമ്പോൾ ഇനി വെള്ളയായാലും കറുപ്പായാലും നമ്മുടെ ചങ്കിൽ തന്നെയാണ്. ഇതിലും നെടുമ്പള്ളിയുടെ സീൻസ് കുറച്ചുണ്ടെന്നാണ് നമുക്ക് അറിഞ്ഞത്, പക്ഷേ അറിയില്ല. 27-ാം തീയതി പറഞ്ഞ ദിവസത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. പുലർച്ചെ 4:30 മണിക്ക്. ഇവിടെ നാട്ടിൽ 6 മണിയാണ്, ഇവിടെ 4:30 മണിക്കാണ് ഫസ്റ്റ് ഷോ മുതൽ അന്നത്തെ ദിവസം ഫുള്ള് നമ്മൾ ഷോ ആണ്. നമ്മുടെ എക്സ്ക്ലൂസീവ് ഫാൻ ഷോ രാത്രി 9 മണിക്കാണ് ഇവിടെ അൽഗുരേർ സെൻറ്ററിൽ വെച്ചിട്ട് തന്നെയാണ്. നമ്മൾ ഏകദേശം 7 സ്ക്രീനാണ് ഫുള്ള് ചെയ്തത്. ഹൗസ്ഫുള്ളാണ്. ടിക്കറ്റ്സ് ഓൾറെഡി കിട്ടാനില്ല, ലോകമെമ്പാടും ടിക്കറ്റ്സ് കിട്ടാനില്ല. അതുകൊണ്ട് ആ ഒരു പ്രത്യേക ദിനത്തിനായി നമ്മൾ കാത്തിരിക്കുന്നു.
ഇത് എന്തൊക്കെയാണ് ഞങ്ങൾക്ക് പിടുത്തം കിട്ടില്ല. ഒന്ന് രാത്രി 1 മണിക്ക് ട്രെയിലർ റിലീസ് ആവുന്നു, പിന്നെ അതുപോലെ ലൈക്ക, ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഭവമുണ്ട്. ഇതൊക്കെ പ്രൊമോഷൻ്റെ ഭാഗമാണോ അതോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പ്രൊമോഷൻ്റെ ഭാഗം ലാലേട്ടൻ്റെ ഒരു പടത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം പുള്ളി തന്നെ പറയുന്നുണ്ട്, ഇറ്റ്സ് എ ബ്രാൻഡ്, മലയാളത്തിൻ്റെ ഒരു ബ്രാൻഡ് പുള്ളിയുടെ കൂടെ ഉള്ളപ്പോൾ പുള്ളിക്ക് ഇത്രയും ഇതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല. പക്ഷേ പടത്തിൻ്റെ കഥയ്ക്ക് അത് അനുകൂലമായിട്ട് എന്തോ വരുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് പുള്ളി ആ ഒരു ടൈം ചൂസ് ചെയ്യുന്നതും പല കാര്യങ്ങളും അതിനുവേണ്ടി ചെയ്യുന്നതും. അപ്പോൾ അതെ, അല്ല പിന്നെ മലയാളം വലിയ പടമാകുമ്പോൾ അതുപോലെ തന്നെ അതിൻ്റെതായ കോംപ്ലിക്കേഷൻസ് ഒക്കെ കാണും. അപ്പോൾ ബഡ്ജറ്റ് ആയി കഴിഞ്ഞാലും കാര്യങ്ങൾ അതൊക്കെ ബാക്ക് എൻഡിൽ നടക്കുന്ന കാര്യങ്ങളാണ്. എല്ലാം നല്ലതായി വരട്ടെ. നമുക്ക് അത്ര ഒരു ലൈക്ക് പോയി നമ്മൾക്ക് അടുത്ത നമ്മുടെ സ്വന്തം ഗോപാലേട്ടൻ വന്നിരിക്കുകയാണ്, മലയാളത്തിൻ്റെ ഗോപാലേട്ടൻ വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടി ഒരു അത്ഭുതം സൃഷ്ടിക്കട്ടെ. ഇത് മലയാളത്തിൻ്റെ സിനിമയല്ല, ഇന്ത്യൻ സിനിമയാണ് എംപുരാൻ. തീർച്ചയായിട്ടും നമുക്കൊരു നാഴികക്കല്ല് തന്നെ ആയിരിക്കും എംപുരാൻ, മറ്റൊരു സംശയമില്ല. അതോടൊപ്പം നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരാളാണ്, രണ്ടുപേരാണ്. ഒന്ന് റൈറ്ററും അതുപോലെ സംവിധായകൻ. പിന്നെ അവരെ കുറിച്ചുകൂടെ ഒന്ന് മെൻഷൻ ചെയ്യും. റൈറ്ററും ഡയറക്ടറും. അതെ മുരളിയേട്ടൻ. അതെ, മുരളിയേട്ടൻ്റെ എഴുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുത്താണ് അതിൻ്റെ അത് പല കാര്യങ്ങളും. ഇപ്പോൾ തന്നെ ലൂസിഫറിൻ്റെ തിരക്കഥ ബുക്ക് വന്നിട്ടുണ്ട്. അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി കണ്ടിട്ട് ആ പടം കണ്ട് നമ്മൾ ആ ബുക്ക് വായിക്കുമ്പോഴറിയാം അദ്ദേഹം എങ്ങനെയാണ് അത് എഴുതിയിരിക്കുന്നതെന്നും കൺവേ ചെയ്തിരിക്കുന്ന സ്ക്രീനിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിൽ അത് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ അകത്തുള്ള എഴുത്ത് ഓരോ കാര്യങ്ങളും പുള്ളി ഡീറ്റെയിലിംഗ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ, പിന്നെ രാജുവേട്ടൻ്റെ ബ്രില്യൻസ്. അതെ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മീൻസ് ഒരു നമ്മൾ പഴയ മത്സരമായിരുന്നു മലയാളത്തിൽ പറയുന്ന പോലെ ഒരു കെമിസ്ട്രി വർക്കാവുന്ന ഒരിതാണ് അവർ രണ്ടുപേരും. കാരണം മുരളിച്ചേട്ടൻ പറയുന്നത് പുള്ളിക്കും മനസ്സിലാവുന്നുണ്ട്. പുള്ളി എങ്ങനെയാണ് ആ സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്യുന്നത്, മുരളിച്ചേട്ടൻ്റെ മനസ്സിലും എഴുത്തിലും ഉള്ളത് അതേപടി നമുക്കത് കൺവേ ചെയ്ത് സ്ക്രീനിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതും ഒരു ബ്രില്യൻസ് തന്നെയാണ്. അവർ രണ്ടുപേരും ഒരു കൂട്ടായ്മ നല്ല രീതിയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ഒരു 30 മിനിറ്റ് അത് ഹിന്ദിയാണ്. ഇപ്പോ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ഭാഷയൊന്നും ഒരു പ്രശ്നമല്ല. അതെ, അത് ഓൾറെഡി നമുക്ക് ഹിന്ദി മനസ്സിലാവാതിരിക്കാനുള്ള രീതിയിൽ അവരെടുക്കത്തില്ല. എന്തായാലും അത്രയും കടുത്ത ഭാഷയിലൊന്നും ആയിരിക്കത്തില്ല. കാണും, മാസ് ഡയലോഗുകൾ കാണും. എന്തായാലും നമ്മൾ കഥയുടെ പശ്ചാത്തലം അറിയാൻ വേണ്ടി ഹിന്ദിയിൽ തന്നെ ഇടണം. ഡബ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. ഹിന്ദി പോലെ പറഞ്ഞാൽ അതിന് നമുക്ക് അത് കിട്ടുള്ളൂ. കറക്റ്റ്. രാജോട്ടൻ തന്നെ നേരത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു സിറ്റുവേഷന്റെ ഫീല് കിട്ടണമെങ്കിൽ അതെ കറക്റ്റ് ലാംഗ്വേജിൽ ആ പശ്ചാത്തലം കിട്ടണമെങ്കിൽ അത് പോകണമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതെ, അതുപോലെ രാജീവ് പറഞ്ഞ മറ്റൊരു സംഭവം കൂടെ ഉണ്ട്. 20 മിനിറ്റോളം നന്ദിയുണ്ടെന്നാ പറഞ്ഞത്. എന്താണ് അതാണ് വെയിറ്റിംഗ്. പല കാര്യങ്ങളും അതിൽ ഒളിപ്പിച്ചിട്ടുണ്ട്. അതെന്താന്ന് നമുക്ക് 27-ാം തീയതി നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ലാസ്റ്റ് തേർഡ് മൂവിയിലോട്ടുള്ള ലീഡ് തന്നെയാണ് ലാസ്റ്റത്തെ 20 മിനിറ്റ്. അത് ലാലേട്ടനും പറഞ്ഞിട്ടുണ്ട്. അത് ഒരു ടൈലന്റ് പോലെ ആയിരിക്കും. അതെ, ഫഹദ് ഫാസിലില്ല, എല്ലാരും കാണട്ടെ. പക്ഷെ എല്ലാവരും വരട്ടെ, മലയാള സിനിമ എന്നും വിജയിക്കട്ടെ. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരാൾ മാത്രമാണ് അതാണ് നമ്മുടെ. അല്ലെ, ഷാറുഖ് ഖാൻ ഉണ്ടായിരുന്നു. ലാലേട്ടൻ പറഞ്ഞ പോലെ അത് കട്ട് ചെയ്ത് UAE കണ്ട ഏറ്റവും വലിയ ഗ്രാൻഡ് ഫാൻ ഷോയിലേക്ക് എല്ലാ UAE ലാലേട്ടൻ ഫാൻസിനെയും ഹാർദവമായി സ്വാഗതം ചെയ്യും.